CPIM സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷ് സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലാണ് നിയമനം. വലിയ ഉത്തരവാദിത്തമാണെന്നും പാർട്ടി ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുമെന്നും എ പ്രദീപ് കുമാർ പ്രതികരിച്ചു. ഒരു മാസമായി ഒഴിഞ്ഞുകിടന്നിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരിക്കലും എ പ്രദീപ് കുമാറിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിർദ്ദേശിച്ചത്. ഇന്നലെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുമതി നൽകി. 2 തവണ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തെ പ്രതികരിച്ച് MLA ആയിരുന്ന പ്രദീപ് കുമാർ പാർട്ടി സംസ്ഥാന സമിതി അംഗവുമാണ്. പ്രൈവറ്റ് സെക്രട്ടറി എന്നത് സ്ഥാനലബ്ധിയല്ല, ചുമതലയാണെന്ന് പ്രദീപ് കുമാർ പ്രതികരിച്ചു. പിന്നെ ഇപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു. അത് ഒഫീഷ്യലി ഉത്തരവായി വന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ഏൽപ്പിക്കുന്ന ചുമതല നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ രീതി. ഏത് ചുമതല ഏൽപ്പിച്ചാലും സർക്കാരിന്റെ അവസാന വർഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജനകീയമാക്കുക എന്നതാണ് പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിന് പിന്നിലെ ലക്ഷ്യം. സൗമ്യനും മികച്ച സംഘാടകനും ജനകീയനുമായ പ്രദീപ് കുമാർ ജനപ്രതിനിധി എന്ന നിലയിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നേതാവാണ്. CPIM-ൽ വിഭാഗീയത രൂക്ഷമായിരുന്ന കാലത്ത് പിണറായി വിജയന്റെ എതിർചേരിയിലുള്ള നേതാവായിരുന്നു പ്രദീപ് കുമാർ. 2005 മലപ്പുറം സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ VS പക്ഷത്തു നിന്ന് മത്സരിച്ചിട്ടുമുണ്ട്. 24 തിരുവനന്തപുരം.